എന്ത് ചെയ്തിരിക്കണം? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വൈൻ സറഖ, എന്താ വൈൻ വൈൻ സന കണ്ടോ? വൈൻ സന വൈൻ സറഖ, വൈൻ സന സറഖന്നല്ല, വൈൻ സന വൈൻ സറഖ എന്ന്. അപ്പൊ എന്തായി? അപ്പൊ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മഅസിയത്തുകൾ കൊണ്ട് ഒരു മനുഷ്യനെ കുഫറാണെന്ന് മുദ്ര കുത്താൻ പാടില്ല. കുഫറല്ലാത്ത മഅസിയത്തൊന്നും, മനസ്സിലായേ? മുഅ്മിനല്ലാത്തവർ നരകത്തിൽ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നും, പിന്നെ ആ മഅസിയത്തുകൾ ത്വാഅത്തുകളെ ഇല്ലാതാക്കുകയില്ല എന്നും. വൈൻ സന വൈൻ സറഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാപകമാക്കി സിനയെയും സർഖത്തിനെയും സാനിയെയും സാരിഖിനെയും. സിന ചെയ്തു എന്നതിനാൽ, സരിഖത്ത് ചെയ്തു എന്നതിനാൽ സ്വർഗപ്രവേശനം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ത്വാഅത്തുകളെ ഇല്ലാതാക്കുന്ന പരിപാടിയല്ല സിനയും സിർഖത്തും. നിസ്കരിച്ച നിസ്കാരത്തിന്റെ കൂലി നഷ്ടപ്പെടുത്തില്ല സിന ചെയ്യാൻ പോയാൽ, ഇന്നും കൂടെ അതിൽ നിന്ന് കിട്ടും. സിനയുടെ കണക്കല്ല മറ്റത്, ഗീബത്തും പരദൂഷണവും ഇല്ലാതായിക്കളെ. മനസ്സിലായി? നാടന്മാര് കാക്കാമാര് ചിലപ്പോൾ പലയിടത്തൊക്കെ പോകും, ചെറ്റ വെക്കാനൊക്കെ പോകും. നമ്മളിവിടെ നിന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, ഈ ഭാഗത്തൊക്കെ ചെയ്തിട്ട് മൊത്തം ഈപത്ത് പറയുകയും ചെയ്യും. അല്ല, അപ്പൊ അതിൽ നിന്നും താഅത്തുകളെ നശിപ്പിക്കാത്തതാണ് മഅസിയത്തുകൾ എന്നും വരും. അല്ല, ചില ആൾക്കാർ പറഞ്ഞു, ചില സൂഫിയാക്കളിൽ നിന്നും അഗ്രഗണ്യന്മാരായ ആൾക്കാരൊക്കെ ഉണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും, ഇഹ്ബാത്ത് ചെയ്ത് കളയും, മഅസിയത്തുകൾ ത്വാഅത്തുകളെ ഇഹ്ബാത്ത് ചെയ്ത് കളയും എന്ന് പറഞ്ഞു. അപ്പം മഅസിയത്തുകൾ ഇഹ്ബാത്ത് ചെയ്താൽ പിന്നെ സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റും. ഇബ്താലിയാണ് ഇഹ്ബാത്തിന്റെ മേന. ഹദീസിൽ നിന്നും അങ്ങനെ ഇസ്തിംബാത്ത് ചെയ്യാൻ പറ്റും. പിന്നെ മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ വിഷയം അവന് വെളിവായില്ല എങ്കിൽ ഉസ്താദിനോട് ചോദിക്കാം. ആ ചോദിക്കൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. ആ ചോദിക്കൽ തന്നെ എന്ത് ചെയ്യാം, തക്റാർ ആക്കാം എന്നും ആ പറഞ്ഞ ഹദീസിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്യാൻ പറ്റും. അന്നലിൽ മുതഅല്ലിമി ഇദാ ലം യത്തളിഹ് ലഹുൽ ഹുക്ം, ഹുക്ം അയാൾക്ക് വാളിഹായില്ല എങ്കിൽ അയ്യുക്കദിറ സുആല അൻഹു, അല്ല മാദാമ ലം യഅലം മിൻ മുഅല്ലിമിഹി, അല്ല ഉസ്താദിൽ നിന്നും ലജിറൻ ഔ സൂഅ ഖുലുഖിൻ അടയക്കട്ട് പിന്നെ പറഞ്ഞുതരാമെന്നല്ല, അന്നേരം പറയണ്ട, അന്നേരം ചോദിക്കണ്ട. പിന്നീടാകട്ടെ മതി. പിന്നീടായാലും പിന്നെ ചോദിക്കണം, തക്റാർ ചെയ്യണം. മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ഉസ്താദിനോട് ദേഷ്യം പിടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ലല്ലോ ചോദിക്കുന്നത്. വിഷയം നമുക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അതുകൊണ്ടിപ്പം എന്നാൽ കുറച്ച് കഴിയട്ടെ പിന്നീട് പറഞ്ഞുതരാം എന്ന് ഉസ്താദ് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണ്ട, അന്നേരം ചോദിക്കണ്ട, പിന്നീട് നോക്കാമല്ലോ നമുക്ക്. മനസ്സിലായി? മുഅല്ലിമിൽ നിന്നും ചോദിക്കൽ കൊണ്ട് ഒരു വൈഷമ്യം മുതഅല്ലിമ് മനസ്സിലാക്കിയാൽ അന്നേരം ചോദിക്കണ്ട, പിന്നെ ചോദിക്കും. മനസ്സിലായില്ല? ഹത്താ യത്തളിഅ ലഹു, ചോദിക്കാം, എവിടം വരെയും ചോദിക്കാം, വിഷയം മനസ്സിലാവുന്നതുവരെയും ചോദിക്കാം. വൈൻ സറഖ മൂന്നല്ലട്ടം പറഞ്ഞില്ലേ,
എന്നിട്ട് ലാസ്റ്റ് നാലാമത്തെ പ്രാവശ്യം പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം ചെറിയൊരു വാണിയും കൂടെ കൊടുത്തു. റഹീം അംഫു അബീദർ. അപ്പം പിന്നെ മനസ്സിലായി ഇവിടെ സ്റ്റോപ്പാക്കണം എന്ന് എനിക്ക് മനസ്സിലായില്ല. എത്ര ഇങ്ങനെ നീ ചോദിച്ചോണ്ട് കുത്തിരിക്കുന്നത് മനസ്സിലായ? അപ്പൊ ഇനി സ്റ്റോപ്പാക്കണമെന്ന് അവിടെ നിന്ന് കിട്ടി, ആ വാക്കിൽ നിന്ന് കിട്ടി. അപ്പൊ അവിടെ സ്റ്റോപ്പാക്കി. അതാണ് ലജ്ർ. മുഅല്ലിമിൽ നിന്നുള്ളതായ ഒരു നിഫ്രത്ത്. ലജ്ർ നിഫ്രത്ത് എന്നോട് പറഞ്ഞൂടാ കേട്ടാ. പിന്നെന്തും കിട്ടി, പിന്നെയും കിട്ടുന്നത് അല്ലാ വഅന്നഹു യൻബഗി ലിൽ മുഅല്ലിമിന് അത്യന്താപേക്ഷിതമാണ് അല്ലാ യദ്ജറ മിൻ തക്രീരി സുആലി അലൈഹി, ചോദ്യം ആവർത്തിക്കുന്ന അനുസരിച്ചുകൊണ്ട് വൈഷമ്യം കാണിക്കാതിരിക്കരുത്. ചോദ്യം വന്നോട്ടെ, പിന്നെയും പറയാമല്ലോ, പിന്നെയും പറയാം. ചോദിക്കുമ്പോഴല്ലേ ഇൽമ ഉണ്ടാവും. ചോദിച്ചിട്ട് പഠിച്ചു. എന്താ എങ്ങനെയുണ്ട് ഈമാൻകാരി എങ്ങനെയാണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചിട്ട് പഠിച്ചതല്ലേ? റസൂൽ പഠിച്ചില്ലേ? റസൂലിന്റെ കാശുണ്ടായിട്ടാണ് ചോദിച്ചത്, അല്ല ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ വന്ന ഇങ്ങനെയാണ്, എന്നാ പിന്നെ ഈമാൻകാരി എന്ന് പറഞ്ഞാണി, ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാണി, ഒക്കെ ഇങ്ങനെ ചോദിച്ചു പഠിക്കണം മുസ്ലിംമാർ. ഹത്താ ഫഹിമ അല്ല വഅന്നലിൽ മുഅല്ലിമിനും അത്യന്താപേക്ഷിതമാണ് ബഅദ അൻ സബറ, ക്ഷമിക്കണം അയാള്, അലാ തക്രീരി സുആൽ, ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ അവനോട് കുട്ടിയോട് ദേഷ്യം പിടിച്ചാൽ പിന്നെ അങ്ങനെ കുട്ടീനോട് പോയി പഠിക്കുന്നത് മനസ്സിലായേ? അപ്പം മുഅല്ലിം എന്ത് ചെയ്യണം? അങ്ങനെ ചോദ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഇന്ന് കൊടുക്കണം. ചോദിക്കും ഇഷ്ടം പോലെ ചോദിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും ചോദിച്ചോളൂ, ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളൂ. ചോദിക്കാൻ നല്ല മക്കാമുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ആ മക്കാമിൽ ഇങ്ങനെ പറഞ്ഞുതരും. സദഖത്തുല്ലാഹി ഉസ്താദൊക്കെ അങ്ങനെയായിരുന്നു. വിഷയം എന്നാ ചോദിച്ചോളൂ, എല്ലാവരും ചോദിക്കാം, എല്ലാം ചോദിക്കും. ഇഷ്കാറുള്ളത് നമുക്ക് വേറെ പോയി പഠിക്കാൻ പറ്റും. ചോദിച്ചു പഠിക്കുക, അവിടുന്ന് തന്നെ ചോദിച്ചു പഠിക്കാം. അപ്പൊ പിന്നെ ഉസ്താദ് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, എന്താ പിന്നെ ചോദിച്ചിട്ട് പറഞ്ഞാലാന്ന് പറയണം. അപ്പോഴത്തേക്ക് ഉസ്താദ് അങ്ങ് താന്നു പോയോ? കുട്ടികളെ എന്നെ പറ്റി വില ഇരുത്തോളാ, ഒന്നും ചെയ്യാത്ത മുസ്ലിമാരാണ് ആണോ? അങ്ങനത്തെ മുദ്രിസാവോ, അങ്ങനത്തെ മുഅല്ലിമാവോ? പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ഇഖ്ലാസ് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ലല്ലോ മുഅല്ലിമീങ്ങൾ, മുദ്രിസുമാർ. തിരിഞ്ഞോ? അപ്പൊ അതൊക്കെ പറഞ്ഞതിൽ നിന്നും കിട്ടുമായി യുസീറ ലഹു അല്ല. പിന്നെന്ത് ചെയ്യണം? മുഅല്ലിം ഇശാറത്ത് ചെയ്ത് കൊടുക്കണം. ബിലാ നൗഇ തൗദീഇൻ ബിലുത്ഫിൻ ഹംലൻ ലഹു അലാ തദ്ഖീഖിൻ നദർ. അല്ലാണ് ചിന്തിച്ചു നോക്കുന്നേ. അല്ല ഞാനീ പറഞ്ഞതിനകത്ത് തന്നെ മറുപടിയൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് മാംഫു അല്ല പിന്നെ അതങ്ങനെ പറഞ്ഞു കൊടുക്കണം. അത് നല്ല കുട്ടികളാവും, നല്ല ചോദ്യം ഉണ്ടാവും, നല്ലോണം ചോദിക്കണം. അത് കുട്ടികളെ ആദ്യം തന്നെ മുരടിപ്പിച്ചാളേ നമ്മൾ മുദ്രിസന്മാർ. കുട്ടികളെ മുരടിപ്പിച്ചാൽ പിന്നെ കൊള്ളാവും. കുട്ടികൾക്ക് ഇങ്ങനെ ഇഷ്കാലുകൾ പറഞ്ഞു കൊടുത്ത് അറ്റുങ്ങൾ മണ്ട ഇങ്ങനെ വികസിപ്പിക്കണ്ടേ? മുസ്ലിംമാർ അതല്ല ചെയ്യേണ്ടത്. മുസ്ലിംമാർ അത് തന്നെ ചോദിക്കുക, എന്നെക്കാൾ വലുതായ കുട്ടികൾ വരാൻ പാടില്ല. അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ മുദ്രിസാവും. അങ്ങനെ മുദ്രിസാൻ പറ്റുമല്ലോ അങ്ങനത്തെ തിരിഞ്ഞ. അപ്പൊ നല്ല ഇങ്ങനെ ഇഷ്കാലുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മളെ ഉസ്താദന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നവരോട് എന്താ രസത്തിന് അവരോട് വരാണ് എന്നാ ഇങ്ങോട്ടൊന്ന് കളിയാക്കിയാൽ ഒന്നും ചെയ്തൊന്നുമില്ല. എന്താ ചോദിക്കാലോ, ജൂല എത്ര നാളെ തെരച്ചെടുത്ത് എന്താ ചോദിക്കാലോ ഉസ്താദ് എന്നോട്ട്. പക്ഷെ അതൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ ചോദിക്കുന്നത് വളരെ സ്വഭാവത്വമായിരിക്കും ചിലപ്പോൾ. എന്നാലും ഉസ്താദ് എന്തില്ല വൈഷമ്യം. അച്ഛനി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറയാം മനസ്സിലേ? അപ്പോൾ വിഷമം ഉണ്ടായ പിന്നെ എന്തിനുള്ള ഉസ്താദിന്? നമ്മളെ ഉസ്താദന്മാരൊക്കെ അങ്ങനെ, എല്ലാ ഉസ്താദന്മാരും നമ്മൾ ചോദിക്കാത്തതുകൊണ്ടുള്ള വിഷമം ഉസ്താദന്മാർക്കുള്ളൂ. മനസ്സിലേ? ഇപ്പോഴും അങ്ങനെ തന്നെ കിട്ടാൻ അങ്ങനെ എടുത്തു തരുമ്പോൾ ആരും ചോദിക്കുന്നില്ലെന്ന് പറയുന്നു ഉസ്താദ്. അപ്പോൾ ഉസ്താദിനെ അറിയാമെങ്കിൽ ഉസ്താദ് പറയും, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ ഏതെങ്കിലും ചോദിച്ചാൽ ആദ്യം അവിടെ കണ്ടാലും ചോദിക്കും. അങ്ങനെ ചോദിച്ചോളെ, നമ്മൾക്ക് പറയാനും പറ്റില്ല. പെട്ടെന്ന് ഇതോ അതെവിടെ കണ്ടാൽ ഇങ്ങോട്ട് പറയാൻ പറയും. അപ്പം എന്നെ കണ്ടിട്ട് അതിൻ്റെ വിശദീകരണം കൊടുക്കും. അങ്ങനെയാണ് ഉസ്താദന്മാരും കുട്ടികളും തമ്മിൽ അങ്ങനെയുണ്ട്. ഇത് ഒരു ഉസ്താദ് ഒരു അറ്റത്തും മുത്താലിം വേറെ എടുത്ത് അങ്ങനൊന്നും അതബ് കാണിച്ചാന്നും പഠിക്കാനൊന്നും പറ്റില്ല. കണ്ടാ വന്നമിൻ ആദാബിസ്വാൽ. പിന്നെ ചോദ്യത്തിന് ചില അതുപോലുണ്ട്. അൽ ഇഖ്തിസാറു ഫീഹി മാ അംഗന,
കഴിവിന്റെ പരമാവധി ചുരുക്കി ചോദിക്കണം. അതല്ലേ അയാളെന്ന് ചോദിച്ചത്. അല്ല നിങ്ങളെ ഇതിനെ ചെയ്താലും കെട്ടാലും തന്നെ വേറെ എല്ലാം ചോദിച്ചോ. ഈവത്ത് പറഞ്ഞാലും മറ്റു പറഞ്ഞാലും മറ്റേ എന്തെല്ലാം തെറ്റുകൾ വേറെ എന്തെല്ലാം ഉണ്ട് അതല്ലേ ചോദിച്ചോ. വേറെ ഒരുപാട് തെറ്റുകളില്ലേ. കള്ളു കുടിച്ചാലും കടക്കാൻ പോയാലും കൊല്ലാൻ പോയാലും ഇങ്ങനെ എത്രയാങ്ങാണം മഴശീയത്തിനും അതൊക്കെ ചോദിച്ചോ. 2 വിഷയം ചോദിച്ചു പെട്ടെന്ന്. വൈൻസറക്ക അയാൾ കട്ടാലും മോട്ടിച്ചാലും ഇതിനെ ചെയ്യാൻ പോയാലും സ്വർഗത്തിൽ കിടക്കുമോ ആണ് ചോദ്യത്തിൽ ഇഖ്തിസാർ വേണം. മനസ്സിലായില്ലേ? അപ്പൊ 2 വിഷയം അവിടെ പറഞ്ഞു അബൂദർ റളിയല്ലാഹു അൻഹു. ഒന്ന് മാലിയായി ബന്ധപ്പെടുന്ന ഒന്നും മറ്റൊന്ന് അവന്റെ വികാരപരമായി ബന്ധപ്പെടുന്ന 2 വിഷയമാണ് അവിടെ പറഞ്ഞത്. മനസ്സിലായില്ല? അവന്റെ ഇറുളോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞു. അപ്പൊ ആ 2 വർഗത്തിനകത്ത് എല്ലാം പെടും. പിന്നെ വയിൻസറഖ എന്നല്ലേ ചോദ്യം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ഇസ്തിഫാം എന്ന നിലയിലല്ല ചോദിച്ചേക്കുന്നത്. അതാ പറഞ്ഞ കഴിവിന്റെ പരമാവധി ഇന്നൊരു ചുരുക്കണം. അവിടെ ഇപ്പൊ നമ്മളിവിടെ ഇഷ്കാലാക്കിയ അവിടെ നമ്മൾ വിശദീകരിച്ചു കൊടുത്തതല്ലേ. അയാൾ സ്വർഗത്തിൽ കടക്കുമോ വൈൻസന വൈൻസറഖ അയദ്ഖുലു നമ്മൾ പറഞ്ഞു കൊടുത്തതല്ലേ. ശാരീരിന്റെ ഭാഗത്തൊക്കെ ശാരീരങ്ങൾ പറഞ്ഞാണല്ലോ. വൈൻസറഖ വൈൻസന എന്ന് പറഞ്ഞു ചോദിച്ചോളൂ. അയദ്ഖുലു അയാൾ സ്വർഗത്തിൽ കടക്കുമോ വൈൻസന അങ്ങ് ചോദിച്ചില്ലല്ലോ. മനസ്സിലായില്ല? പിന്നെ ജിന കൊണ്ട് ബാക്കിയെല്ലാം വന്ന് മറ്റുള്ള ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല എന്ന് കിട്ടും. സറക്കത്ത് കൊണ്ട് ബാക്കിയുള്ള ആദമീയമായിട്ടുള്ള ഹക്കുകളെല്ലാം പെട്ടു എന്ന്. പന്നലിൻ ആലിമി ആലിമിന് അത്യന്താപേക്ഷിതമാണ് യക്തഫിയ ബിദിക്രി ചെയ്യാൻ അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അത്രയൊക്കെ മതി. അവിടുത്തെ ഇനി ബാക്കിയുള്ള കാര്യം അതിനകത്തെല്ലാം പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ എല്ലാ വിവാദത്തുകളും അതിനകത്ത് പെട്ടു വന്നു. മനസ്സിലേ? ഇനിയും പറയും. പിന്നെന്ത് പറഞ്ഞു? അന്നഹു യംബഗി യകൂന ലിൽ ഗാലിമിൻ അവാലിഹി ഒരു മുഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ വാലിബ് ഹാലും തബ്ശീറുൻ നാസ് ജനങ്ങളെ ഇങ്ങനെ ബിശാറത്ത് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടെ ബിശാറത്ത് ചെയ്യട്ടെ ബിശാറത്ത് ചെയ്യട്ടെ ഞാൻ പറഞ്ഞിട്ടെ ചോദിച്ചോണ്ട് ബിശാറത്ത് ചെയ്യണം. വഅദമി തൻഫീരിഹിം അവരോട് വെറുപ്പ് കാണിക്കരുത്. അതുകൊണ്ടാണ് പുന്നാര നബി നമ്മളോട് പറഞ്ഞത് ഇന്നമാ ബുഇസ്തും മുബശ്ശിരീൻ ഇന്നമാ മുബശ്ശിരീൻ നിങ്ങളെ തബ്ശീർ ചെയ്യുന്നവരായ നിലയിലാണ് പറഞ്ഞു വിട്ടത്. ഫലം തുബ്അസു മുനഫിരീൻ വെറുപ്പുണ്ടാക്കുന്നവരായ നിലയിൽ നിങ്ങളെ പറഞ്ഞു വിട്ടിട്ടില്ല. നമ്മളെ കൊണ്ടൊരു ജമാഅത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് തബ്ശീറ വരാവും. അവരെ കൊണ്ട് വെറുപ്പിക്കുന്ന ഒരു സംഗതി നമ്മുടെ അടുത്തുനിന്നുണ്ടാകും. അഭിനയത്തികൾ വെറുത്തു. മനസ്സിലെ വെറുപ്പിക്കുന്ന പരിപാടി ഉണ്ടാവുന്ന എങ്ങനെ? സാമ്പത്തികം ചൂഷണം നടത്തുക. പൈസ ആളാന്ന് പറയും വേണമെങ്കിൽ രാഷ്ട്രീയത പറയുന്നത് അത് പറയാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ അന്നഹു യംബഗി യദ്കുറ ലി തലാമിദതിഹി മിൻ അഹ്വാലി ബുൽഗതിഹി മിൻ അഹ്വാലിൻ ബലഗതു വൽ മശായിഖ് അല്ല എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെയല്ലേ? പക്ഷെ അവിടെ നിന്നല്ലേ തുടങ്ങിയത്? ഞാനങ്ങനെ ചെന്നു അല്ലേ? അത്തയ്യത്തുൻ നബി സല്ലല്ലാഹു അതിന് മുമ്പ് പറഞ്ഞല്ലേ ജിബ്രീൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നു. അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ ഉസ്താദ്മാരെന്ന് പറഞ്ഞ ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവും. ഉസ്താദ്മാർ ഇങ്ങനെ പറഞ്ഞെന്നെ അതെല്ലാം പറഞ്ഞു കൊടുക്കണം. പിന്നെ ഉസ്താദ്മാർ ചീത്ത വിളിച്ചെന്നും പറയണം. ഇപ്പൊ പറഞ്ഞു ചീത്ത വിളിച്ചില്ല അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി റഗിമ അൻഫു അബീദർദീൻ അബൂദറിന്റെ മൂക്ക് മണ്ണിനോട് പറ്റിപ്പോട്ടെ അല്ലേ? അബൂദർ റളിയല്ലാഹു അൻഹു മൂപ്പരെ ചീത്ത വിളിച്ചവൻ മൂപ്പര് മൂക്ക് പറഞ്ഞു. നമ്മൾ പറഞ്ഞു കൊടുക്കും ഉസ്താദിനെ ചീത്ത വിളിച്ചിടാം അടിച്ചിടാ പറയുള്ളൂ. അങ്ങനെ നമ്മൾ വഷളായി കാണുന്നതിനല്ലയോ? 2 അടിയിൽ കിട്ടി അങ്ങ് ആരും അറിയട്ടെ. അങ്ങനല്ല, ചീത്ത വിളിച്ചൂടെ പറഞ്ഞു കൊടുത്ത് അബൂദർ റളിയല്ലാഹു അൻഹു എന്നോട് ഇങ്ങനെയും പറഞ്ഞു. വാക്ക് പറഞ്ഞു കൊടുക്കാം. അന്നുബാത്തുബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു മൂപ്പരെ പറ്റി നേരത്തെ പറഞ്ഞില്ലേ? അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ശഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു
وأن محمدا عبده ورسوله وأن عيسى عبد الله ورسوله وابن أمته وكلمته ഇത്രയും പറഞ്ഞു. അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻഹു. അപ്പൊ അന്ന് നസാറാക്കളാണ് കൂടുതലവിടെ ഉള്ളത്. നസാറാക്കളുടെ വിശ്വാസം അനുസരിച്ച് ഈസാ നബി അലൈഹി സ്വലാം ദൈവമോ ദൈവപുത്രനോ ആണ്. മനസ്സിലായില്ലേ? അവർക്ക് സംഘം ദൈവങ്ങളാണ്, അവർക്ക് പാർലമെന്റ് ദൈവങ്ങളാണ്, നമുക്കൊറ്റ ദൈവമുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ അവരങ്ങനെ കൂട്ടുന്നവരാ. അപ്പൊ അവരോടത് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയും സാക്ഷ്യപ്പെടണം. വഅന്ന ഈസ, സംഗതി അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിനകത്ത് ഇതെല്ലാം പെട്ടുവെങ്കിലും മനസ്സിലായേ, അവിടെ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് പറഞ്ഞു. അവിടുത്തെ വിശ്വാസികൾ ഇങ്ങനെയുള്ളവർ. അപ്പൊ അവർ പറഞ്ഞു കൊടുക്കണം അവിടെ. അത് വഅന്ന ഈസ നബി അലൈഹി സ്വലാം അബ്ദുള്ളയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. ഒന്ന്, അവന്തല്ല ദൈവമല്ല. മനസ്സിലായില്ല? ദൈവപുത്രനും അല്ല. റസൂലുഹു, അള്ളാഹു നിയോഗിച്ചു വിട്ട ആളാണ്. അത് പറഞ്ഞു. റസൂലുഹു. പിന്നെ വബിനു അമത്തിഹി, കണ്ട, അള്ളാഹുവിന്റെ ദാസിയായ ഒരു പെണ്ണിന്റെ മകനാണ്. കഴിഞ്ഞു. അങ്ങനെ നമ്മളൊക്കെ വന്നത് ഉമ്മാന്റെ ഫർജിൽ നിന്നാണ്. ഇത്ര വൃത്തികെട്ട സ്ഥലം വേറെ വല്ലതും ഉണ്ടോ? മൂത്രവും അതിനകത്തും കൂടി വരും, മറ്റെന്തെന്തേ അതിനകത്തൂടെ. ഇത്ര വൃത്തികെട്ട സ്ഥലത്തു കൂടി വന്ന ഒരാളെയാണോ നിങ്ങൾ ദൈവമാക്കുന്നത് എന്ന ആ ചോദ്യത്തിന്റെ അർത്ഥം, ആ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായേ? വബിനാമത്തിഹി വകലിമത്തുഹു, അല്ലാഹുവിന്റെ പരിശുദ്ധ വചനമാണ്. അൽഖാ, അള്ളാഹു ഇട്ടുകൊടുത്തതാണ്. ഹാ കലിമത്തിനെ ഇലാ മറിയമ, മറിയം അലൈഹിസ്സലാമിലേക്ക് ഇട്ടുകൊടുത്തതും ആണ്. അല്ല, അപ്പൊ കലിമത്ത് എന്ന് പറയും. മഹത്തുക്കളായ ആൾക്കാരെ സംബന്ധിച്ചുകൊണ്ട് കലിമത്ത് എന്ന പ്രയോഗം പ്രയോഗിക്കും. അതുകൊണ്ട് നമ്മളെ അല്ലാതെ ഓതുമ്പം അഊദു ബികലിമാത്തില്ലാഹി, അഊദു ബില്ലാഹിന്റെ അർത്ഥം എന്തുവാ? അള്ളാഹുവിനോട് ഞാൻ, അഊദു ബികലിമാത്തില്ലാഹി, അള്ളാഹുവിന്റെ കലിമത്തുകളോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇസ്തിഗാസ പഠിപ്പിച്ചു തന്നു. അഊദു ബികലിമാത്തില്ലാഹി. ഇനി ഇസ്തിഗാസയ്ക്ക് അന്വേഷിച്ചു നടക്കണം തെളിവ്. പരിശുദ്ധാത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാ പറഞ്ഞു. പരിശുദ്ധാത്മാക്കൾ, കലിമാത്തിനങ്ങനെ പരിശുദ്ധാത്മാക്കൾ, ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ, സാലിഹീങ്ങൾ എന്ന അർത്ഥം എങ്ങനെ കൊടുത്തു മുസ്ലിയാരെന്ന് ചോദിച്ചാല് ഇവ പറഞ്ഞില്ലേ, കലിമത്തുഹു, അള്ളാഹുവിന്റെ കലിമത്താകുന്നു ഈസാ നബി അലൈഹി സ്വലാം. അല്ല, കലിമത്ത് എന്നതിന്റെ ജമ്മാണ് ഏത് കലിമാത്ത് എന്നുള്ളത്. അപ്പൊ പരിശുദ്ധാത്മാക്കളോട്, പരിശുദ്ധ അമ്പിയാക്കന്മാരോട്, പരിശുദ്ധ സഹാബത്തിനോട്, പരിശുദ്ധ മുഅ്മിനീങ്ങളോട്, അർവാഹുൽ മുഖദ്ദസത്തിനോട് എല്ലാം. കലിമാത്ത് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, പരിശുദ്ധാത്മാക്കൾ. അതിനകത്ത് എല്ലാവരും പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഇസ്തിഗാസ, നബിക്ക് ഇസ്തിഗാസ ആവശ്യമില്ലായിട്ടല്ല, നമുക്ക് പഠിപ്പിച്ചെന്ന്. ഇനി മുഅ്മിനു മുഅല്ലിമൻ അഊദു ബികലിമാത്തില്ലാഹി എന്ന് റസൂലുള്ളാഹി കാവൽ ചോദിച്ചിട്ടുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. മനസ്സിലായില്ല? അപ്പൊ നബിതങ്ങൾ തന്നെ ഇസ്തിഗാസ പഠിപ്പിച്ചത് ശിർക്കായ ഒരു കാര്യമാണെങ്കിൽ പിന്നെ ഇസ്തിഗാസ പഠിപ്പിക്കാൻ നടക്കും. കഴിഞ്ഞോ? അൽഖാഹ, കലിമത്തിന് ഇട്ടുകൊടുത്തു, ഇലാ മറിയമ വറൂഹും മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള പരിശുദ്ധ ആത്മാവുമാണ്. ആര്? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. റൂഹ് കൊണ്ട് നടക്കുന്ന ആളെന്ന് പറയും. ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞല്ലേ, ഖുർആൻ എന്താ പറഞ്ഞ? ഉഹ്യിൽ മൗത്താ, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. നിങ്ങളെ വീട്ടിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരും എന്നൊക്കെ പറഞ്ഞില്ലേ. മത്താനിയൽ കിതാബ് വജാലനി മുബാറക്കാൻ, വേഗം ഓതറ വളരെ. ഉഹ്യൽ മൗത്താ ബിഇദ്നില്ലാഹ് എന്ന് പറഞ്ഞു, ഖുർആൻ ശരീഫിലല്ലേ പറഞ്ഞു. അപ്പൊ പിന്നെ അവര് ജീവിപ്പിക്കുന്ന ആളാണെന്ന് വെച്ചോ,
ഇനി അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആദരിച്ച ആളാണ്. എല്ലാവരും അങ്ങനെ റൂഹ് തന്നെയല്ലേ, എല്ലാവരും റൂഹ് തന്നെയാണ് അല്ലേ. വനഫഖ്തു ഫീഹി മിൻ റൂഹി ഫഖഉ ലഹു സാജിദീൻ എന്ന് ഖുർആൻ ശരീഫില്ലേ. ഞാൻ എൻ്റെ ആത്മാവിനെ അതിലൂതിയാൽ അയാൾക്ക് വേണ്ടി നിങ്ങൾ സുജൂദിലാകണം. അപ്പൊ അല്ലാഹു തആലയുടെ ആത്മാവ് മനുഷ്യന്മാരിലെല്ലാം ഉണ്ട്, അവൻ പ്രത്യേകം തയ്യാറാക്കിയത്. അപ്പൊ ആ ആത്മാവിനെ കൊണ്ട് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞാലും അതിനെപ്പോഴും പരിശുദ്ധനാക്കി വെക്കണ്ടേ നമ്മൾ. ആ പരിശുദ്ധതയെ നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ നഷ്ടപ്പെട്ടു. അപ്പൊ ആ വാപ്പാന്റെ മക്കളല്ലേ നമ്മളല്ല, അതന്നെ ഇവിടെ മക്കളല്ലേ. അത് നബിയെ പറ്റി അള്ളാഹു പറഞ്ഞത് വനഫഖ്തു ഫീഹി മിൻ റൂഹി, എന്റെ റൂഹിൽ നിന്നും ഞാൻ ഊതി. അങ്ങനെ കഴിഞ്ഞാല് ഫഖഉ ലഹു സാജിദീൻ. ഇനി അങ്ങനെ അതിന്റെ മുമ്പത്തെ ആയത്ത് വനഫഖ്തു ഫീഹി മിൻ റൂഹിന്റെ മുമ്പന്റെ ആയത്ത് എന്താ? എന്താണ് ആയത്ത് അറിഞ്ഞൂടാ അവനങ്ങനെ? എന്താണ് പിള്ളേർ? വകലിമത്തുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻഹു എന്ന് ഖുർആനില്ലേ അല്ലേ? അങ്ങനെ ഖുർആൻ ശരീഫിലുണ്ട്. അങ്ങനെ സാക്ഷ്യപ്പെടുത്തണം. വന്നൽ ജന്നത്ത വൽ ജന്നത്തു വന്നാറു ഹഖ്ഖുൻ അതാ എന്നും സാക്ഷിയാവണം, എന്നും വിശ്വസിക്കണം. വൽ ജന്നത്ത അല്ലെ വന്നാറ്, അങ്ങനെ പറയാം. വൽ ജന്നത്തു വന്നാറു ഹഖ്ഖുൻ, അത് സത്യമാണ്, സ്ഥിരമായതാണ്. പിന്നെ അദ്ഖലഹുല്ലാഹുൽ ജന്നത്ത അല്ല, അള്ളാഹു ഒരുത്തനെ കടത്തും. ആരെയും ഹൂർ നമീർ തുടങ്ങാൻ മൻഷഹിദ അല്ല, മൻഷഹിദയില്ല. അള്ളാഹു അവനെ കടത്തും അൽ ജന്നത്ത സ്വർഗത്തിൽ അലാ മാ കാന മിനൽ അമൽ. അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ലതും കൊണ്ട് ചെന്നോളി, അമലനുസരിച്ചായിരിക്കും സ്വർഗത്തിൽ കിടത്തുക. അലാമ ഒരവസ്ഥമേല് കാന അവനായിരുന്നു അല്ല കായിനൻ അലാമ കാന അലൈഹി അവന്നെന്തിനാൽ മിനൽ അമലി ഹസനൻ അല്ല ഖലീലൻ കസീറൻ സഗീറൻ കബീറൻ എല്ലാം വന്നോട്ടെ. മുത്തഫഖുൻ അലൈഹി ഹദീസ് അല്ല വറസൂലുഹു അബ്ദുഹു വറസൂലുഹു എന്ന് സാക്ഷ്യമെടുത്തണം റസൂലിനെ പറ്റിയിട്ട്. വഅന്ന ഈസ അബ്ദുല്ലാ, ഈസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. വറസൂലുഹു അല്ലാഹു അയച്ച ആളുമാണ്. വബ്നു അമത്തിഹി അമത്തിന്റെ മോനുമാണ്. വകലിമത്തുഹും ആണ്. അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഉമ്മ കൂടാതെ പടച്ച ആളുണ്ട്, വാപ്പ കൂടാതെ പടച്ച ആളുണ്ട്, വാപ്പയും ഉമ്മയില്ലാതെ പടച്ച ആളുണ്ട്. ഇല്ലേ? നമ്മളെയൊക്കെ വാപ്പായും ഉമ്മയും കൊണ്ട് പഠിച്ച, വാപ്പയില്ലാതെ പഠിച്ച ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. പിന്നെ ആദം നബി അലൈഹിസ്സലാമിന് വാപ്പായും ഉമ്മയില്ലേ പഠിച്ചാണ്. പിന്നെ പിന്നാരുണ്ട്? ഹവ്വാ ബീവിയെ ഹവ്വാ ബീവിയും പഠിച്ചു, വാപ്പായും ഉമ്മയല്ലേ പഠിച്ച. എന്നാൽ വാപ്പാടെ എല്ലായിടത്തിട്ട് പഠിച്ചത് അങ്ങനെ പറയാമോ? അല്ലേ? അങ്ങനെ പറയാം അല്ലേ? വാപ്പയില്ലാതെ മക്കളെ കൊടുക്കാനൊക്കെ അല്ലാഹു തആല കഴിവുണ്ട്. ഇതിപ്പോ കിട്ടി. അങ്ങനെ ജനിച്ച അങ്ങനെ മക്കളുണ്ട് നമ്മളെ ഷാഹുൽ ഹമീദ് തങ്ങൾക്ക്. അവർക്ക് മക്കളുണ്ട്. ഒറ്റ മന്ത്രിച്ചു കൊടുത്തൊരു പെണ്ണിന്, ആ പെണ്ണും ഗർഭിണി, അതുപോലെ മക്കളായിട്ട് കൂട്ടും. അങ്ങനെ കൂട്ടാൻ പറ്റില്ല. നെസബയുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാലേ നമ്മോട്, നമുക്ക് അവനെ പറ്റി അറിയില്ല. നെസബ സുബൂത്താണെങ്കിൽ എന്ത് വേണം? അതൊക്കെ വേണമല്ലോ. അൽഖാഹ ഇലാ മറിയം
റൂഹും മിൻഹു, അവിടെ നിന്നും തുടങ്ങിയതാണ്. അടുത്ത പരിശുദ്ധ ആത്മാവാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. കലിമത്ത് മുസ്തഖത്തും കലിമയിൽ ജുർഹ്, കലിമത്ത് എന്നതിനെ കൊണ്ട് പറഞ്ഞല്ലോ ഇല്ല, ജുർഹിൽ നിന്ന് മുറിവാക്കി കളയുന്നു. ഉമ്മാന്റെ വയറ്റിലങ്ങ് എത്തിയപ്പോഴത്തേക്ക് പിന്നെ എന്തെല്ലാം വിഷമായി ഉമ്മാക്ക് ഈ മോനെ കൊണ്ടുവന്നു. അവിടെ കിടന്ന് ഏടായാലും മറിയലൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു വിഷമം ഉണ്ടാക്കലുണ്ടായി. അങ്ങനെ ആയിരിക്കും പറഞ്ഞത്. അങ്ങനെയും പറയാം. അബ്ദ് എന്ന ലഫ്ദിനെ മുൻപ് ചൊല്ലി അന്നു അഷ്റഫുൽ ഔസാഫ്, ഒരു മനുഷ്യന്റെ വിശേഷണങ്ങളിൽ ഏറ്റവും അഷ്റഫ് ഏതാ? അബ്ദ് എന്നുള്ളത്. അതുകൊണ്ട് അഷ്റഫായ സ്ഥലത്തെല്ലാം അള്ളാഹു പ്രയോഗിച്ച പ്രയോഗവും അബ്ദ് എന്ന അസ്റാബി അബ്ദിഹി നസ്സൽ ഫുർഖാന അലാ അബ്ദിഹി ഫൗഹാ ഇലാ അബ്ദിഹി എന്നൊക്കെ പറഞ്ഞു. എന്താ വഅന്ന ഈസ അബ്ദുല്ലാഹ്, അബ്ദുള്ളയാണ്. മസീഹ് ഇബ്നുല്ലാഹ് എന്ന് പറഞ്ഞവർക്ക് റദ്ദായിക്കൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത്. വറസൂലുഹു, ഈസാ നബി അലൈഹിസ്സലാം റിസാലത്തുമായി വന്ന ആളുമാണ്. അത് ഈ യഹൂദികൾ അംഗീകരിക്കില്ല. അപ്പൊ അവരെയും കൂടെ റദ്ദ് ചെയ്തു. വബ്നു അമത്തിഹി, എന്താ ഇവര് അമത്തുമാണ്. ഇത്രയും വിശേഷണങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ആര്? പിന്നെ നിങ്ങളെന്തേ ഇങ്ങനെ വേറെ പണിയില്ല എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നതെന്ന് അതാണ് യഹൂദികളോട് പറഞ്ഞ വാക്ക്. കേട്ട പിന്നെ ഈസാ ഹുജ്ജത്തുല്ലാഹി അലാ ഇബാദിഹി അബ്ദഅഹു മിൻ ഗൈരി അബിൻ. എന്താ ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പഠിച്ചത് വാപ്പയില്ലാതാ. അത് കണക്കല്ല 9 മാസമൊന്നും ഗർഭത്തിൽ കടന്നതുമില്ല. അതാ ഇതിലൊക്കെ രസം. പല മുദ്ദത്തി ഹംലിൻ വന്നു ഊത്തൂതി എല്ലാം നൊടിയിട കൊണ്ടാണ്. ഉളക്കോഴിയായിരിക്കും ഇതേ വരുന്നത്. പെട്ടത് പറഞ്ഞല്ലേ അല്ല فلا مدة بل كان وضعه عقب العلوق به الواقع من نفخ جبريل في جيب قميص أمه. അല്ല ആയത്തങ്ങനെ സൂറത്ത് മറിയമിനകത്തല്ലേ അത് പറഞ്ഞെ? ഇങ്ങനെ വന്നതൊക്കെ ഞാൻ നിന്നിലേക്ക് വന്നതിനെ കുട്ടി ലി അഹബലക്ക് ഗുലാമൻ സക്കിയ പറയണ. എന്തിനു കൊള്ളാം, ഇതെന്തിന് ഹാഫിളീകളെ പഠിച്ചോ? ഞാൻ ആയത്തിന്റെ തല ഓതി കൊടുത്തിട്ട് ആയത്തിങ്ങൾക്ക് പറയാൻ വയ്യല്ലോ. എന്തിനു കുട്ടികളായത്? എവിടുന്ന ഈ ഹാഫിള് പഠിച്ചത് ഞാൻ ആലോചിക്കുന്നു. എന്ത് ഇബിളായിരിക്കും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്ന ഇബിള്? ഞമ്മക്കറിയാമായിട്ട് ഇബിളാണല്ലോ അത്. ലിയഹബലക്ക് എന്തൊക്കെ തോന്നുന്നു പറയുന്നത്? നല്ല ഇറക്കാനാ ഉറക്ക എന്താണ് കാനത്തുംറാത്തി ആക്കറ? ആരെ പറ്റിയാ പറയുന്നത്? സക്കരിയ നബി അലൈഹി സ്വലാമിനെ പറ്റിയാ. ഞങ്ങൾ ചോദിച്ച ഇബ്രാഹിം മറിയം ബീവി അലൈഹി സ്വലാമിനെ പറ്റി. നീ ആരെങ്കിലും പറ്റി പറയും? സക്കരിയ നബി അലൈഹി സ്വലാമിനോട് കുട്ടികളെ കൊടുക്കുന്നവരെ അല്ലാഹു തആല പറഞ്ഞതാ. അങ്ങനല്ലേ? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. അങ്ങനല്ലേ? അതാ ഞാൻ നല്ല കുട്ടിയായിരുന്നു. എന്തൊക്കെ ഇങ്ങനെ വായിച്ചോന്ന് വിളിച്ചു പോകുന്നത്. നിങ്ങൾ വിചാരിച്ച് ഞാൻ അവനെ കുറ്റം പറയുന്നല്ലേ?
പേരൂടെ പറഞ്ഞു കൊടുത്തു വാപ്പ. അല്ല അല്ലാഹു തആല നിങ്ങൾ പേരെന്നെ വെച്ച് ഇനി പള്ളിയിലൊന്നും പോകണ്ട, പേരിപ്പോ തന്നെ പറഞ്ഞു നിൽക്കാം. നിങ്ങൾക്കൊരു കുട്ടിയെ നമ്മൾ തരാൻ തീരുമാനിച്ചു. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. മുമ്പ് നിനക്ക് പേരുള്ള കുട്ടികളും ഇല്ലത്. ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമിൻ, എനിക്ക് കുട്ടികളുണ്ടാവോ? കാനത്ത് ഇമ്രാത്തി ആക്കറ, നമ്മള് പെണ്ണുങ്ങളൊക്കെ വയസ്സായിപ്പോയി, ഇങ്ങനെ കുട്ടികളുണ്ടാവും. എന്റെ പെണ്ണുങ്ങൾ വയസ്സാണല്ലോ. വഖദ് ബലഗത്തു, ഞാനാണെങ്കിലോ മിനൽ കിബരി ഇത്തിയ, ഞാൻ പടും കളവനുമായി, ഇനി എനിക്ക് കുട്ടികളുണ്ടാവും. നമ്മള് പെണ്ണുങ്ങൾ വയസ്സെത്തിയായി, നമ്മളാണെങ്കിലോ കിളവനുമായി. ഇപ്പൊ കിളവരും കിളവിയപ്പോ ഉള്ളത് വീട്ടില്, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവാതെ ചോദിച്ചത്. അതൊന്നുമല്ല, നമ്മള് കുട്ടികളെ തരാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞമ്മക്ക് അല്ലാഹു തആല കുട്ടികളെ തരട്ടെ, നല്ല കുട്ടികളെ തരട്ടെ. വയസ്സൊന്നും എന്തല്ല കുട്ടികളെ കൊടുക്കുന്നതിന് തടസ്സമൊന്നുമല്ല. വയസ്സായി കഴിഞ്ഞാലും കുട്ടികളുണ്ടോ? ആര് പറഞ്ഞു? ആരാ പറഞ്ഞ വയസ്സുണ്ടാകുമ്പോ കുട്ടികളെ നല്ല കുട്ടികൾ, ഉഷാറായ കുട്ടികളായിക്കൊണ്ട്? അപ്പൊ എന്റെ പെണ്ണുങ്ങളും കുഴപ്പമാണല്ലോ. എടോ കാല കദാലിക്ക, ഖാലിക അപ്രകാരം തന്നെ. കാല റബ്ബുക്ക, നിങ്ങളുടെ റബ്ബ് പറയുന്നുണ്ട്, ഹുവ അലയ്യ ഹയ്യൻ, ഞമ്മക്കത് നോർമൈൻഡാണ്, നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ല. വേണ്ട. ഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ശൈഅ, നിങ്ങളെ മുമ്പ് ആരാ പഠിച്ചേ? എന്താ രസമായിട്ട് അല്ലാഹു തആല ചോദിക്കുന്നത് സക്കറിയ നബി അലൈഹിസ്സലാമിനോട്. അപ്പൊ സക്കറിയ നബി അലൈഹിസ്സലാം, എന്നായിക്കോട്ടെ കുട്ടികളുണ്ടെങ്കിൽ എനിക്കൊരു തെളിവ് കിട്ടണം. അല്ലാഹയോട് ചോദിക്കുക, എനിക്ക് തെളിവ് കിട്ടണം. റബ്ബി ജഅലി ആയത്തൻ, എനിക്ക് ദൃഷ്ടാന്തം തരണമല്ലോ അല്ലേ? സ്കാനിങ് ചെയ്യാൻ കൂടെ ഇതൊന്നുമില്ല, പൈസയും ഇല്ല. സ്കാനിങ് ചെയ്താൽ തന്നെ മറ്റുങ്ങൾ പിന്നെ മറ്റേ ഹോസ്പിറ്റലിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, അനങ്ങാതെ കിടക്കണം. അനങ്ങാതെ എന്തിനാന്നറിയാം അനങ്ങാതെ നടക്കുന്നത്? ലാസ്റ്റ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? എന്തോ ബ്രെഡ് ഷെട്ടോ എന്തോ ബെഡ് എന്തോ ബെഡ് റെസ്റ്റ്, ബെഡിന് റെസ്റ്റ് കൊടുക്കണമെന്ന് അതിന്റെ അർത്ഥം. അതോ അതിനെ പോയി കടക്കല്ലേതാ? പെണ്ണുങ്ങൾ വിചാരിച്ചത് പറയോ അവിടെ പോയി കിടക്ക, ഇങ്ങനത്തെ പെണ്ണുങ്ങളാ. അപ്പൊ ആഴ്ചകളവിടെ പോയി ഇങ്ങനെ കിടക്കും. അപ്പൊ കുട്ടി ഇങ്ങനെ അവിടെ കിടന്നോളൂ. പിന്നെ കുട്ടി ഇറങ്ങി വരുമോ? ഇത് പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി മിറ്റം തൂത്തും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വെള്ളം കോരിയൊക്കെ ആകുമ്പോഴല്ലേ അതിനൊരു ചലനം, ഇതൊക്കെ ഉണ്ടാവുന്നേ. അപ്പൊ ആ കുട്ടി തന്നെ പറയും, പഠിച്ചോനെ ഇന്നത്തെ കിടന്നിട്ട് വയ്യ, ഉമ്മ ഇങ്ങനെ അതും ഇതൊക്കെ ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് എന്നെ ഇറക്കി വിടും പഠിച്ചോനെന്ന് പറയും. മറ്റൊറ്റയുടെ കിടത്തിറന്നാലും അവനും സുഖമായിട്ട് അവിടെ കിടക്കും, അവനും കിടക്കും, അല്ലെ അവളും അവിടെ കിടന്നോളൂ സുഖമായിട്ട്. പിന്നെയോ പിന്നെ ഇപ്പൊ പ്രസവിക്കാൻ മറ്റൊക്കെ മുക്കാൻ വയ്യ. കാരണം എന്താ? ഒറ്റ കിടത്തിറക്കില്ലയോ. ഇത് മറ്റേതല്ല, മറ്റേ കുനിഞ്ഞും നൂന്നും ഉളക്കയിട്ട് ഇടിച്ചോ. അല്ലാതെ ഇതിപ്പോ ഉളക്ക ഇടിക്കലൊന്നും പരിപാടിയൊന്നുമില്ല. എല്ലാം ഭിത്തി തോണ്ടുക, എല്ലാം വാരിനകത്തിടും, അവിടെ പോയി തോണ്ടിയിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു മാസം എടുത്ത് വാങ്ങിച്ചോണ്ടിരിക്കും. ഇവിടെ കടന്ന് ഇങ്ങനെ പാടിട്ട് അരഞ്ഞോളും. ഇങ്ങനത്തെ കാലഘട്ടമായത്. മനസ്സിലായി? എന്തോ ചെയ്യും. അതുകൊണ്ട് പഴയ കുടുംബത്തിൽ നോക്കി പെണ്ണ് കെട്ടണം. ആ ഉമ്മമാരെയൊക്കെ നോക്കണം. അവരൊക്കെ നല്ല ജോലി ചെയ്യുന്നവരാണോ അല്ലേ അതൊക്കെ നോക്കിയിട്ട് കെട്ടണം. ഇത് ചുമ്മാ 24 മണിക്കൂർ മൊബൈലും കൊണ്ടിരിക്കുന്ന പെൺപിള്ളെ കെട്ടി ആറ്റിങ്ങൾ കൊല്ലിയതല്ലോ അറിയോ? ആറ്റിങ്ങൾ ആദ്യം ഇതെന്തു ഇത് എങ്ങനെയും കീറിയാ കെടുത്തടാ, എനിക്ക് ബുക്കാര് പ്രസവ വേദന എന്തായാലും വയ്യ. അപ്പൊ പറഞ്ഞു എനിക്ക് ദൃഷ്ടാന്തം തരണം. അത് പറ്റില്ല. നല്ല അടിപൊളി ദൃഷ്ടാന്തം കൊടുക്കാൻ പോകുന്നത് എന്തോന്നറിയോ? തിന്നരുത് കുടിക്കരുത് ബ്രെഡ് സെറ്റല്ല, വീട്ടിൽ പോയി കുത്തിയിരുന്നു. അല്ല തുകല്ലിമന്നാസ സലാത്ത ലയാലിൻ സവിയ, 3 ദിവസം ഒരു മനുഷ്യന്മാരോട് മിണ്ടാൻ പാടില്ല. അത് സക്കറിയ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞ നീ എവിടെ ഓതുന്നേ? ഏതെങ്കിലും ഒരു കിതാബ് ഇങ്ങനെ ഓതുക. ആ വിചാരിച്ച് ഞാനങ്ങ് അങ്ങനൊന്നുമല്ല. വദ്കുറുബിൽ കിതാബി മറിയമ ഇദിൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, നമ്മളെ പരിശുദ്ധാത്മാവിനെ അയച്ചു. ഫതമത്തല ലഹാ ബശറൻ സവിയ, അടിപൊളി ചൊങ്കനൊരു ചെറുപ്പക്കാരൻ ദാ വന്നിരിക്കുന്ന മറിയം ബീബി അലൈഹി സ്വലാമിന്റെ അടുത്ത്. അല്ലോ പേടിച്ച്, ആപ്പാട് പേടിച്ചു.
നമ്മളെ കൊണ്ടുപോകല്ലേ ഇങ്ങനെ എടുത്തു വെച്ചാൽ ഇറങ്ങിയപ്പോഴേ നടക്കുന്നു അങ്ങനല്ലേ വെച്ചു. അല്ലോ കാലത്ത് ഇനി റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിനോട്, കരുണ ചെയ്യുന്ന അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിങ്ക നിന്നെ തൊട്ട് ഇങ്കുന്ത തഖിയ, നീ മുത്തഖിയാണോ? നീ ഇവിടെ നിൽക്കല്ലേ, വേഗം പോയിക്കും. ഞാൻ ഒരു അന്യ പെണ്ണല്ലേ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? പോടാ പോടാ. നമ്മളെത്താത്തല്ലെങ്കിലും കാക്കപ്പം വന്ന് കയറി ഈ ചായക്ക് കയറാം അങ്ങനെ പറയുന്നത് അല്ല. അപ്പൊ കാല ഇന്നമാന റസൂലു റബ്ബിക്ക്, ഞാൻ എന്റെ റബ്ബ് അയച്ച ആളാണ്. ലി അഹബലക്കി ഗുലാമൻ സക്കി, അവർ കുട്ടിയെ തരാൻ വേണ്ടി വന്നതാണ്. മാഷാ അല്ലാഹ്, നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരിയോട് പറയാ, ഒരു കുട്ടിയെ തരാൻ വേണ്ടി വന്നതാ ഞാൻ. എങ്ങനെയുണ്ട്? നല്ല രസമല്ല. അപ്പൊ 36 കാലത്ത് അന്നായക്കൂനല്ലേ പോലെ എനിക്ക് കുട്ടികളുണ്ടാവും. അതെങ്ങനെ? ഫലം യംസസ്നി ബശറുൻ, എന്നെ ഇതേ ഒരു മനുഷ്യൻ തൊട്ടിട്ടില്ല, പിന്നെ അങ്ങനെ എനിക്ക് കുട്ടികളുണ്ടാവുന്നു. വലം മക്കും ഭാഗ്യം, ഞാനാന്നേ പിന്നെ തെമ്മാടിച്ച് പെണ്ണുമല്ലോ, പിന്നെ പോടാ അവിടുന്ന്, ഇറങ്ങണം അവിടുന്ന് എന്ന് മറിയം ബീവി അലൈഹി സ്വലാം ജിബി അലൈഹി സ്വലാമിനെ ജിബി അലൈഹി സ്വലാം എന്ന് അറിയുന്നില്ലല്ലോ, മനസ്സിലായില്ല. നല്ല ചെറുപ്പക്കാരായിട്ടാണ് ചെല്ലുന്നത്. ബഷറൻ സവിയ, അടിപൊളി ജെന്റിൽമാനായിട്ട് അവിടെ ചെല്ലുന്നതായിരുന്നത്. അവന് പോടാക്കണ്ട ഒരു നീ കുട്ടികളെ തന്നെ വന്നേക്കുന്നു. എന്നെ ഇതുവരെ ആരും തൊട്ടിട്ടില്ല, അവന് നീ തന്നെ കുട്ടികളെ തന്നെ ഇറങ്ങണം കൊടുത്ത്. അവൻ പറഞ്ഞു കാലത്ത് കഥാലിക്ക കാര്യമൊക്കെ അഭിപ്രായം തന്നെയാണ്. മനുഷ്യന്മാർ തൊട്ടാലെ കുട്ടികളുണ്ടാവും, അതൊക്കെ ശരി തന്നെയാണ്. അല്ലെ ഇപ്പൊ യാസീനൊക്കെ പഠിച്ചവനെ സാലിയ കുട്ടികൾ തന്നെ അല്ലോ എന്ത് പെണ്ണിട്ടാ സാലിയ കുട്ടികൾ എങ്ങനെ കൊടുക്കും? സാലിയ കുട്ടികൾ പെണ്ണിട്ടുണ്ടായോ? ഇത് പെണ്ണിട്ടാത്ത വേറെ വേറെ തന്നെ ചോദിക്കാൻ പെണ്ണ് കെട്ടിയതിനു ശേഷം അതൊക്കെ ചോദിക്കാൻ പോലും. താപത്തൊക്കെ എന്തൊരു തന്നെ നോക്കുന്നുണ്ടല്ലോ ഭാഷത്തൊക്കെ സാലിയ കുട്ടി തന്നെ. കാല റബ്ബുക്കി ഹുവ അലയ്യ ഹയ്യുൻ, അതൊക്കെ ഇങ്ങനെ റബ്ബ് പറഞ്ഞേക്കുന്നത് നമ്മുടെ മേലെ കുഴപ്പമില്ല. വലിനജാലഹു ആയത്തൻ ലിന്നാസി വറഹ്മത്തൻ മിന്നാ വകാന അംറൻ മഖ്ദിയ, അത് പണ്ടുള്ള തീരുമാനമാണ്. അല്ലാഹു തആല ഫഹമലത് അടഫാകും. ഇത് പറഞ്ഞുകൂടലും പിന്നെ ഒരു ഊത്തു കൊടുക്കലും പ്രസവിക്കലും അല്ല ഗർഭിണിയാകലും പിന്നെന്തായി ഗർഭം പ്രസവിക്കലും എല്ലാം ഞൊടിയിട കൊണ്ടങ്ങ് നടക്കും. ഫന്തബദത് ബിഹി മക്കാനൻ ഖസിയ ഫഅജാഅഹൽ എല്ലാ ഫഅജാഅഹൽ മഖാദു ഇലാ ജിദ്റിൻ, പള്ളി താമസിക്കില്ലേ ഇവിടെ പ്രസവിക്കാൻ പറ്റുമോ? വേഗം പോയി. എവിടെ പോയത്? മുന്തിരിയുടെ മൈത്തപ്പനത്തോട്ട് പോയി. കാലത്ത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദ, പഠിച്ചോനെ ഇതെന്തൊരടങ്ങേറ, ഞാൻ ഈ പള്ളി സുഖമായിട്ട് കിടന്നതാ, അപ്പൊ വയറൊക്കെ പുത്തിയിരിക്കുന്നത്, ആൾക്കാർ കണ്ട എന്തോ പറയും, പഠിച്ചോനെ മരിച്ചെങ്കിൽ കൊണ്ടായിരുന്നു. അങ്ങനെ ഒരു പെണ്ണ് ദുരധികം വേണ്ട, അല്ലാഹു തആല വിശ്വാസം വേണ്ട. മറിയൂരിച്ച നമുക്ക് പറയാം തല ഒരുക്കാം അവിടെ ഇല്ലയോ, നമുക്കത് വന്നു നോക്കട്ടെ, നമുക്ക് ഇങ്ങനൊരു അവസ്ഥ വന്ന് നോക്കട്ടെ. എന്തുവാ മറിയബി അലൈഹി സ്വലാം പറയാം, പഠിച്ചവനെ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്തോ ഒരു പണിയെ നോക്കുമല്ലോ. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയൻ മൻസിയ, എന്നെ ഒരു വിധേനെ അറിയപ്പെടാതെ വലിയ സന്തോഷമായിരുന്നു. ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാം എടുത്തു. കാരണം ഞാൻ ഗർഭിണിയായിട്ട് ഇങ്ങനെ നിൽക്കല്ലേ, ആൾക്കാരെ നോക്കിയാൽ അല്ല എന്താ പണി, ഇതെന്തോ പള്ളിയിലായിരുന്നു ഇതൊക്കെ നടത്തിയത്, കൊള്ളാം. നോട്ടീസ് അടിക്കാൻ വരെ ഒരിടത്തും പോകണം, നോട്ടീസ് അടിക്കാനും വാർത്ത വരാനും ചാനലിൽ വരാനും വേറെ ഒരിടത്തും പോണോ? സക്കറിയ നബി അലൈഹി സ്വലാം വളർത്തിയ പെൺകുട്ടി എന്തായിക്കണ്? ഗർഭം ധരിച്ചു. മാഷാ അല്ലാഹ്. പർദ്ദയിലുള്ളിൽ 2 പേര്, ചിലപ്പോൾ 4 കാല് കാണും. സാധാരണ പർദ്ദയെക്കുറിച്ച് 2 കാലം കാണത്തുള്ളൂ, ചിലപ്പോൾ 4 കാല് കാണും, അല്ലയോ? അപ്പൊ ഫനാദാഹാ മിൻ തഹ്തിഹാ, ഉടനെ വിളിയാണം വന്നു ഓളുടെ തഹത്തിൽ നിന്നും. ഈസാ നബി അലൈഹി സ്വലാം വിളിക്കും, പേടിക്കണ്ടുമ്മ, അല്ലാ തഹ്സനി, ഒരു ദുഃഖം വേണ്ട. ഖദ് ജാന റബ്ബുക്കി തഹ്തികി സരിയ, ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്. ഹുസിയിലേക്ക് പിന്നെ വേണം ഇത് 2 ഈത്തപ്പഴം കുലുക്കിയിട്ട് തിന്നോ, കുഴപ്പമൊന്നുമില്ല. ഹുസിയിലേക്ക് ബിജിദിഇൻ നഖ്ലത്തി തുസാഖിത്ത് അലൈക റുത്തബൻ ജനിയ ഫകുലി വശറബി, അന്ന് കഴിച്ചോളി, കുഴപ്പമില്ല. വഖർരി അയന, സന്തോഷമായിക്കോളി, നല്ലോണം കൺകുളിർമയായിരുന്നു, ഒന്നും പേടിക്കാനില്ല, ഇവിടെ ഒരു ഭാഗം പേടിക്കാനില്ല. പിന്നെയോ ഫൈമാ തറയിന്ന മിനൽ ബശരി അഹദൻ, മനുഷ്യന്മാരൊക്കെ ഇപ്പം വരും, ചോദിക്കാനൊക്കെ വരും. ഫഖൂലി, പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ, ഞാൻ നോമ്പ് നോക്കാൻ തീരുമാനിച്ചു പഠിച്ചു, അതുകൊണ്ട് മിണ്ടില്ല, മിണ്ടാവ്രതമാണ് എനിക്ക്.
ഇന്നീ നദർത്തുൽ റഹ്മാനി സൗമ ഫലൻ ഉകല്ലിമ യൗമ ഇൻസിയ. അതാ അവിടുത്തെ നോമ്പ്, ആ വിശദീകരണം. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലുഹു ഖാലു യാ മറിയം ലഖദ് ജീതി ശരിയം ഫരിയ. എന്താ മറിയം ഈ കാട്ടിക്കുട്ടിയത്, എന്ത് മടുത്തരച്ച കാണിച്ചു? യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന് ഇവിടെ സഹോദരിയില്ലേ ജി. മാക്കാന അബൂക്ക് ഇമ്രാ സൗവിൻ, നിന്റെ വാപ്പ ഒരു മോശക്കാരനല്ലായിരുന്നു. മാക്കാനത്ത് ഉമ്മയ്ക്ക് ബഗിയ, നിന്റെ ഉമ്മ ഒരു തേവിടിച്ചല്ലായിരുന്നു. നീ എന്തേ കാട്ടിയേക്കുന്നത്? എല്ലാം മിണ്ടാൻ പറ്റുമോ? മിണ്ടല്ലേന്ന് പറഞ്ഞില്ലയോ? ഈസ നബി അലൈഹി സ്വലാം ആദ്യം തന്നെ പറഞ്ഞില്ലേ മിണ്ടല്ലേന്ന്. മിൻതഹത്യ എന്നുള്ളതിന് ഈസ നബി അലൈഹി സ്വലാം എന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അശരീരി കേട്ടു എന്നൊക്കെ ഉണ്ട്. അത് പറയാൻ ആദ്യം സ്റ്റോപ്പാക്കില്ലേ, വർത്തമാനല്ല സ്റ്റോപ്പാക്കി കളഞ്ഞല്ലോ. ഇനി മിണ്ടാൻ പറ്റുമോ? ഇനി മിണ്ടല്ല. ഇനിയിപ്പോ ഇനി ആരെന്തു വന്നാലും മിണ്ടാൻ പറ്റുമോ? അങ്ങനെ കാട്ടി. തൊട്ടി കിടക്കുന്ന കുട്ടിയോടെ പോയി ചോദിച്ചോളാം. ഫാശാരത്തിലേ കാലു, അപ്പൊ ഇതെന്തോ തൊട്ടി കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എന്തോ പറയാനാ? കൈവനുക്കല്ലിമോ അങ്കാന ഫിൽമഹതി സബിയ. തൊട്ടി കിടന്ന് കളിക്കുന്ന കുട്ടിയോട് ഞങ്ങൾ പോയി ചോദിക്കാൻ എന്തുവോ? ഞങ്ങളെന്തോ പ്രാന്തം വരാക്കും. അപ്പൊ കുട്ടി അവിടുന്ന് ഒറ്റ വർത്താൻ ഒരു ഭയങ്കര വയത്. ഖാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അബ്ദാണ്. അതാനിയൽ കിതാബ്, എനിക്ക് കിതാബെല്ലാം തന്നിട്ടുണ്ട്. വജഅലനി നബിയ, എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്. വജഅലനി മുബാറക്ക, എന്നെ ബർക്കത്താക്കപ്പെട്ട കുട്ടിയാക്കിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. കുട്ടി വയതാണ്, എന്നെ അവിടെ കിടന്നോണ്ട്. ഇനിയിപ്പോ ആൾക്കാർക്ക് വല്ല പറയാൻ പറ്റുമോ? ഇനിയിപ്പോ ആൾക്കാർക്ക് വല്ല പറയാൻ പറ്റുമോ? ഇതാണ് അള്ളാഹുവിൽ പരമേൽപ്പിച്ച് അങ്ങനെ നിന്നപ്പോ സന്തോഷം. മനസ്സിലായില്ലേ? ജാലനി മുബാറക്, കുട്ടി സർവ്വ ചരിത്രം അവന്റെ ലൈവും കൂടെ പറഞ്ഞു. അവന്റെ ഫുൾ ചരിത്രം കൂടെ പറഞ്ഞു. ഞാൻ നബിയാ. ആരാ ആ കുട്ടികളെ തൊട്ടി കിടക്കുന്ന കുട്ടിയുടെ ആകെ നല്ല രസമുണ്ടല്ലയോ? ജാലനി നബിയ വജാലനി മുബാറക്ക, ഐനമാ കുന്തു, ഞാൻ എവിടെ, വഔസാനി ബിസ്സല വസ്സക്ക, എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാ ദുംതു ഹയ്യൻ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. വബർറം ബിവാലിദത്തി, എന്റെ ഉമ്മയ്ക്ക് ഞാൻ വളരെ ഗുണവാനായി ജീവിക്കാനും. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യൻ, അല്ലാഹു എന്നെ പോക്കിരിയാക്കിയിട്ടില്ല, പരാജയപ്പെടുത്തുവാനുമാക്കിയിട്ടില്ല. വസ്സലാമു അലൈഹി, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കഴിയത്തില്ല. അസ്സലാമു അലൈക്കും പറയത്തില്ലയോ? വസ്സലാമു അലയ്യ യൗമ വുലിദ്തു, ഞാൻ ജനിച്ചത് മുതൽ, വയൗമ അമൂതു, ഇനി മരിക്കുമ്പോഴും, വയൗമ ഉബ്അസു ഹയ്യൻ, ആഖിറത്തിൽ വരുമ്പോഴും ഞാൻ സലാമത്തുള്ള ആളാണ്. ഇനി എന്ത് പറയാണ്ട് ഈസ നബി അലൈഹി സ്വലാമിനെ വെച്ച്? ഇനി വല്ല പറയാണ്ടോ? ഇതാണ് കാര് പറയും. അയാളുടെ ജീവിതം മുഴുക്കയും അയാൾ പറഞ്ഞില്ലേ? എങ്ങനെയാ പറഞ്ഞത്? ഇത് മഹാന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന പവർ ഇല്ലയോ? മരിച്ചതിനെ ചൊള്ള ആരെയും പറയൂ? മരിച്ചൻ ഇനിയിപ്പോ ഞാനിവിടെ ജീവിക്കും, ഇവിടെ വന്ന് ഞാൻ ജീവിക്കും. മാ ദുംതു ഹയ്യൻ, ഞാൻ ജീവിക്കുന്ന കാലത്തോളം എനിക്ക് നിസ്കാരമുണ്ട്, എനിക്ക് സക്കാത്തുണ്ട്, സർവ്വതുണ്ട്. പിന്നെ മരിക്കുന്ന ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞ് മരിക്കുമല്ലോ. വസ്സലാമു അലയ്യ, സലാം തന്നെ എനിക്കുള്ളത്. എന്താ രസം. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു. മരിക്കുന്ന സന്ദർഭം എനിക്ക് സലാമാണ്. ആഖിബത്തിന്റെ കാര്യം കൂടി പറഞ്ഞവിടെ. ഇനി എന്താ പറയാനുള്ളത്? പറയും. വയൗമ ഉബ്അസു ഹയ്യൻ, ഇനി നാളെ ആഖിറത്തിൽ വരുമ്പോഴും എനിക്ക് സലാമത്താണുള്ളത്. ദാലിക ഈസ ഇബ്നു മറിയം. അങ്ങനല്ലേ വാക്യായത്ത്? നീ എവിടെങ്കിലും ഓതിയാലേ ഞാനിത് അംഗീകരിക്കോ? ഇവിടെ വേണ രാവിലെ വരാൻ പറഞ്ഞിട്ട് തിരിഞ്ഞ. അപ്പൊ ഇതാണ് പ്രവാചകൻ ഈസ നബി അലൈഹി സ്വലാം. ദാലിക ഈസ ഇബ്നു മറിയം ഖൗലുൽ ഹഖ് അല്ലദീ ഫീഹി യംതറു. നിങ്ങൾ ആ മൂപ്പ കാര്യത്തിൽ ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുക. സംശയിക്കണം എന്താ? ഇതാണ് ഈസ നബി അലൈഹി സ്വലാം. അങ്ങനെ ഞൊടിയിട കൊണ്ട്, കൊല്ലങ്ങളും വേണ്ട, മാസങ്ങളും വേണ്ട, ചെറിയൊരു ഊത്ത് മതി, ഊത്ത് കൊണ്ടു മതി. അല്ലാഹു തആല കുട്ടികളെ കൊടുത്തില്ല. ഇപ്പൊ എന്താ പറയാനുള്ളത്?
ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ അഹബലക്കി, ഞാൻ ദാനം തരാൻ വേണ്ടി കുട്ടികളെ കൊടുക്കുന്ന അള്ളാഹു ഇല്ലയോ? എന്തിനാ അവലേക്കന്മാരടുത്ത് വന്നത്? ഖുർആൻ ഓതി പഠിക്കണം ആദ്യം. ഈസാ നബി അലൈഹി സ്വലാമിനെ കുട്ടികളെ കൊടുക്കുന്ന പരിപാടിയാ ആണോ? പറഞ്ഞെന്തോ അഹബലക്കി എന്നല്ലേ? വഹബ യഹബു അല്ലയോ? അല്ല, അഹബു അഹബു നഹബു ലി അഹബലക്കി, അള്ളാഹു തരുമെന്നല്ല പറഞ്ഞത്. ആണോ? ആണോ? അള്ളാഹു തരുന്നല്ല പറഞ്ഞേ? ആണോ? ലി അഹബലക്ക്, ഞാൻ നിനക്ക് ഓശാരമായി തരാൻ വന്നതാണൊരു കുട്ടിയെ. ഓ, ഒരൊറ്റ അടി കൊടുക്കാം നമ്മളല്ലേ? എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറയല്ലേ? എന്തായാലും ഇനി കുട്ടികളില്ലായിരിക്കും, നിങ്ങൾ എന്നാ പിന്നെ നമ്മൾ നോക്കല്ലേ എന്ന് പറയും. അവളെ ആത്തവരാണെങ്കിൽ അപ്പൊ നീ ഇവൻ ആയത്തോ തെറ്റിച്ചിട്ടപ്പോ അത്രയും സമയം പോതണ്ടേ? ഇവൻ എന്തിന് പിള്ളേരാ? അദ്ഖലഹു അല്ലാഹുൽ ജന്ന അലാ മാ കാന അലൈഹി മിൻ ഖബൽ. സമയം ഒരുപാടായി. ബസ്.